മഹാരാഷ്ട്രയിൽ ഒരു വലിയ മഹാഗഡ്ബന്ധന് വലിയ സാധ്യത ഇപ്പോഴും നിയമസഭയിൽ കാണുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നോക്കൂ അരുൺ, നികേഷ് കുമാർ പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ് കാര്യം. ഈ ഇന്ത്യ മുന്നണി ഒരു സ്റ്റേറ്റ് പോലും തിരിച്ചു പിടിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെ ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളത്. മഹാരാഷ്ട്രയിലുണ്ട് സാർ. മഹാരാഷ്ട്ര എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, അവിടെ ഓൾറെഡി ലോക്സഭയിൽ 13 സീറ്റ് കുറയാണ് ഇവിടെ ഷാൻഡോ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം ഒഡീഷയിലും ബംഗാളിലും തെലങ്കാനയിലും നികത്തുന്നു. പക്ഷേ ഇവിടെ ഒന്നും തന്നെയും ബീഹാറിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, രാജസ്ഥാനിലായിക്കോട്ടെ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അപ്പോഴും BJP തന്നെയാണ്. ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് BJP 1996 മുതൽ BJP ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് രാജ്യത്തുടനീളം അതിൻ്റെ വേര് വ്യാപിപ്പിക്കുന്നത് കാണാം. നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ 92 നരസിംഹറാവു സർക്കാർ വന്നതിന് ശേഷം പിന്നെ കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയാണ് ദേശീയ രംഗത്ത് നമ്മൾ കാണുന്നത്. ആസ് എൻ ഓർഗനൈസേഷൻ 96 മുതൽ BJP കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഓർഗനൈസേഷണൽ ശക്തി എന്നുള്ള നിലയ്ക്ക് വികസിക്കും നമുക്ക് കാണാം. 2014 ശേഷം നോക്കിയാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ 2/3 ഭാഗം ഇന്ത്യയുടെ കാവി പുതച്ചിരുന്നു. നമുക്കറിയാലോ, ഇന്ത്യയുടെ ഭൂപടം എടുത്താൽ 2014 ശേഷം 2/3 ഭാഗം കാവി പുതയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റുകളുള്ള, എല്ലാ സ്ഥലങ്ങളിലും സംഘടനാശേഷിയുള്ള ഒരു പാർട്ടിയായിട്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ളത് ആരാണ്? BJP ആണ്. കോൺഗ്രസ് പല സ്ഥലങ്ങളിലും നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ റീജിയണൽ പാർട്ടീസിൻ്റെ ഒരു സ്വാധീനമാണല്ലോ. അതിപ്പം സമാജ്വാദി പാർട്ടി ആണെങ്കിലും RJD ആണെങ്കിലും ശിവസേനയാണെങ്കിലും NCP ആണെങ്കിലും ഒക്കെ തന്നെയും ഈ പറയുന്ന കേരളം, കർണാടക, കുറച്ചൊക്കെ തെലുങ്കാന എന്നിടം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രസൻസ്, ഒരു ശക്തി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് ഇല്ല. ഇപ്പോൾ ഞാൻ റിപ്പബ്ലിക് TVയുടെ ഹെഡ്ലൈൻ കാണുകയായിരുന്നു. റിപ്പബ്ലിക് TVയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് കോൺഗ്രസ് ലിമിറ്റഡ് ടു കേരള എന്നുള്ളതാണ് ഒരു നാഷണൽ ഹെഡ്ലൈൻ. നിങ്ങൾ ആലോചിക്കണം, കോൺഗ്രസ്, ഞാനും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് നിരന്തരം മൈക്കും പിടിച്ച് ഈ മഞ്ഞത്തും വെയിലത്തും കാത്തു നിന്നിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണെന്നറിയാമോ, അന്ന് ഈ കരുണാകരനും ഞാനിത് പലവട്ടം പറഞ്ഞാണ് കേട്ടോ, റിപ്പറ്റീഷൻ ഫീൽ ചെയ്യും, പക്ഷേ എങ്കിൽ പോലും ആവർത്തിച്ച് പറയാതിരിക്കാൻ വയ്യ. അന്ന് കേരളത്തിൽ മാത്രമായിരുന്നു അല്ലേ ഈ വലിയ രീതിയിൽ വിഭാഗീയ പ്രവർത്തനം, ഗ്രൂപ്പിസം, അങ്ങനെ ഒരു ഘടകം തന്നെ കേരളം പോലുള്ളൊരു സംസ്ഥാനം തന്നെ കോൺഗ്രസിന് ആവശ്യമുണ്ടോ എന്നുള്ള ചിന്താഗതിയായിരുന്നു അന്ന് വരുന്ന വലിയ ടോളസ്റ്റ് ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്നും കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കേരളത്തിലാണ്. പക്ഷെ അതാ നോക്ക്, ഇന്ന് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ടെലിവിഷൻ ചാനലിന്റെങ്കിലും വിലയിരുത്തലിൽ ആകെ ഏറ്റവും കൂടുതൽ. ഞാൻ പറഞ്ഞത് ഈ മഹാരാഷ്ട്രയിൽ 48 സീറ്റ് മൊത്തത്തിലുള്ളതിനകത്ത് ഇപ്പം നിലവിൽ 22 സീറ്റ് BJPക്ക് ഉണ്ട്. 22 BJPക്ക്, ശിവസേന 13, അജിത് പവാർ 1, അങ്ങനെ 36 സീറ്റാണ് ഇപ്പോൾ NDA മുന്നണി അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഉദ്ധവ് താക്കറേക്ക് 5, NCP ശരത് പവാർ പക്ഷത്തിനും കൂടി ആകെ 8 സീറ്റുകൾ. അവിടെ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഇല്ല ഇപ്പം നിലവിൽ. ഇപ്രാവശ്യം മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 17 സീറ്റിലും NCP 10 സീറ്റിലും ശിവസേന ഉദ്ധവ് താക്കറെ മത്സരിക്കുന്നത് 21 സീറ്റിലുമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോൺഗ്രസിന് അവിടെ 17 സീറ്റ് കിട്ടിയാൽ മാത്രമേ അവിടെ കോൺഗ്രസിനുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ കോൺഗ്രസിനില്ല. മഹാരാഷ്ട്രയിൽ നമ്മളൊരു വലിയ തിരിച്ചറിവ് അതാ ഞാൻ പറഞ്ഞു വന്നേച്ചാൽ അവിടെ കോൺഗ്രസിന് അതിൽ സീറ്റ് കിട്ടണ്ടേ? മണ്ഡലങ്ങൾ അവിടെ ഇല്ലാന്നേ. പ്രശ്നം എന്ന് വെച്ചാൽ മറ്റ് ഇപ്പോൾ കോൺഗ്രസിന് ഒരു കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്ന എല്ലാ സംസ്ഥാനങ്ങളും, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ? കോൺഗ്രസിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ND തിവാരിയും ഒക്കെ പോലുള്ള വലിയ നേതാക്കളുണ്ടായ സ്ഥലമല്ലേ അത്? അവിടെ കോൺഗ്രസ് ഇല്ലല്ലോ, ഉത്തർപ്രദേശിലില്ല. മഹാരാഷ്ട്രയിൽ NCPയും ശിവസേനയുമാണുള്ളത്, അവിടെ കോൺഗ്രസ് ഇല്ല. ബീഹാറിൽ RJDയും JDUവും BJP ആണുള്ളത്, അവിടെ കോൺഗ്രസ് ഇല്ല. ഇങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അത് 96 മുതലില്ല.